കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്ന മുഴുവൻ ഹാജിമാർക്കും കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ഒരുക്കിയ ഹജ്ജ് ക്യാമ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സൗജന്യമായി വൈദ്യപരിശോധനയും ആയുർവേദ യുനാനി മെഡിക്കൽ കിറ്റും വിതരണം തുടങ്ങി. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമും യുനാനി മെഡിക്കൽ ക്യാമ്പ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടും ഉദ്ഘാടനം ചെയ്തു. മരുന്ന് വിതരണവും പരിശോധനയും ഈ മാസം 22 വരെ നീണ്ടു നിൽക്കുമെന്ന് അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് കരിപ്പൂർ വഴി പോകുന്ന ഹാജിമാർക്കായി സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹജ്ജാജിമാർക്കായി അവശ്യ മരുന്നുകളുടെ സൗജന്യ വിതരണം ആരംഭിച്ചത്. മക്കയിലെയും മദീനയിലെയും പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾക്കും നിലവിൽ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുന്ന ആയുർവേദ യുനാനി മരുന്നുകളാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്നത്. ആരോഗ്യ ബോധവൽക്കരണവും ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മെഡിക്കൽ കിറ്റ് വിതരണവും 24 മണിക്കൂറും ലഭ്യമാകും. ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ ക്യാമ്പ് ഒരുക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി യുനാനി ഫസ്റ്റ് എയ്ഡ് കിറ്റായ സിഹത്ത് യുനാനി കിറ്റ് ഈ വർഷവും തയ്യാർ ചെയ്തിട്ടുണ്ട്. യുനാനി മെഡിക്കൽ ക്യാമ്പിന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ഗവൺമെൻറ് യുനാനി മെഡിക്കൽ ഓഫീസർമാരാണ് നേതൃത്വം നൽകുന്നത്. ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ജില്ലാ ആയുർവേദ DMOയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ജില്ലയിലെ വിവിധ ആയുർവേദ ആശുപത്രികളിലെ സീനിയർ മെഡിക്കൽ ഓഫീസർമാരാണ്. ക്യാമ്പിലെത്തുന്ന രോഗികളെ വിശദമായി പരിശോധിച്ച് അവരവരുടെ രോഗാവസ്ഥ അനുസരിച്ച് തന്നെ ചികിത്സ നിർദ്ദേശിക്കും. മാനസിക സമ്മർദ്ദം കുറക്കുന്ന യോഗയുടെ ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ടെക്നിക് പരിശീലനവും ഹാജിമാർക്ക് നൽകുന്നുണ്ട്. സർക്കാർ സ്ഥാപനമായ ഔഷധിയിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്ത് മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. തൊണ്ടവേദന, ചുമ, കഫക്കെട്ട് തുടങ്ങി ഹാജിമാർക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങൾക്കും ചികിത്സ തേടാവുന്നതാണ്. ദഹന സംബന്ധമായ അസുഖങ്ങൾ, പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PKC അബ്ദുറഹ്മാൻ, TPM ബഷീർ, VKM ഷാഫി, MP ഷെരീഫ ടീച്ചർ, K സലീന ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹാജിമാർ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.